ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനൊരു LED ഡാൻസിങ് ലൈറ്റ് ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നൊക്കെ പറഞ്ഞില്ലേ, സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമ്മൾ LED അല്ല കൊടുക്കുന്നത്, അതിന് പകരം നമ്മളൊരു സ്പീക്കറാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ സൗണ്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഉപയോഗിച്ച് നമുക്കൊരു ഡാൻസിങ് ലൈറ്റ് മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത്, നമുക്കൊരു സൗണ്ടിങ് സർക്യൂട്ട് വരെ ഉണ്ടാക്കാം. ഈ സൗണ്ടിങ് സർക്യൂട്ട് എവിടെയാണ് യൂസ് ചെയ്യാം? നമുക്ക് അലാറത്തിൽ യൂസ് ചെയ്യാം, തെഫ്റ്റ് അലാറത്തിൽ യൂസ് ചെയ്യാം, ഫയർ അലാറത്തിൽ യൂസ് ചെയ്യാം, ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സർക്യൂട്ട് സെയിം ആണ്. ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ ഇട്ടാണ് സ്പീക്കറിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? DC ബ്ലോക്ക് ചെയ്തിട്ട് AC കമ്പോണൻറ്റിനെ സ്പീക്കറിലോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രീക്വൻസി കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കിയപ്പോൾ ഉള്ള കാൽക്കുലേഷനിൽ സെയിം കാൽക്കുലേഷൻ തന്നെ. ഇവിടെ നോക്കിയോ, നമുക്ക് ഇതിൻ്റെ മാക്സിമം കിട്ടുന്ന ഫ്രീക്വൻസി എന്ന 1200 ഹെഡ്സ് ആണ്. മാത്രമല്ല മിനിമം കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 450 ഹെഡ്സ് ആണ്. കാരണം എന്താ, നമ്മൾ അതിന് അവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് തിരിക്കുന്ന വഴി നമുക്ക് മാക്സിമവും മിനിമവും കിട്ടും. ഈ 1200 ഹെഡ്സും 450 ഹെഡ്സും ഹ്യൂമാൻ ബീങ്സിൻ്റെ ഒരു ഹിയറിംഗ് ഫ്രീക്വൻസിയുടെ ഇടയിലാണ്. അതായത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ളതിൻ്റെ ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ നേരെ എടുത്ത് സ്പീക്കറിൽ കൊടുത്താൽ നമുക്കത് കേൾക്കാൻ പറ്റും. ഈ ഒരു അലാറം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ട് ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി നമുക്ക് സൗണ്ട് ജനറേറ്റർ മാത്രം. ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ബേസ് ജനറേറ്റ് ചെയ്ത് വരുന്ന ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഒരു ട്രബിൾ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ട്യൂട്ടർ വഴി ഒരു അലാറത്തിന് വളരെ സിമ്പിൾ ആയിട്ട് മിഡ് ഫ്രീക്വൻസി ആണ്. ഒരു 4 കിലോ ഹെഡ്സ് 1 കിലോ ഹെഡ്സ് മുതൽ ഒരു 4-5 കിലോ ഹെഡ്സ് വരെയുള്ള സിഗ്നൽസ് ആണ് ഒരു അലാറത്തിന് ഏറ്റവും ബെസ്റ്റ്. അതായത് നമുക്ക് അലാറം എന്ന് വെച്ചാൽ പെട്ടെന്ന് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതിന് പറ്റിയ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു 1 കിലോ ഹെഡ്സ് മുതൽ ഒരു 6 കിലോ ഹെഡ്സ് വരെയാണ്. അതായത് നമ്മളിപ്പോൾ 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഫിഗർ അതല്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് 27 ഹെഡ്സ്, അതിൻ്റെ ലോ ഫ്രീക്വൻസി 27 ഹെഡ്സ് മുതലുള്ള ഫ്രീക്വൻസി എനിക്ക് കേൾക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു 26 ഹെഡ്സ് ഉള്ള സിഗ്നലിൻ്റെ അടുത്ത് ഒരു ഊഫറിൽ കൊടുത്താൽ എനിക്കത് കേൾക്കാൻ പറ്റില്ല. കാരണം എനിക്ക് തിരിച്ചറിയാനേ പറ്റില്ല അതിനകത്ത് സൗണ്ട് ഉണ്ടെന്ന്. പക്ഷേ 27 ഹെഡ്സ് ആക്കിയാൽ എനിക്കറിയാൻ പറ്റും അതിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് വരുന്നതായിട്ട്. അതുപോലെ മാക്സിമം ഫ്രീക്വൻസി എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 14 കിലോ ഹെഡ്സ് ആണ്. 14 കിലോ ഹെഡ്സ് എന്ന് വെച്ചാൽ എക്സാക്റ്റ് ആയിട്ട് 14 കിലോ ഹെഡ്സ് അല്ല, ലെസ് ദാൻ 15 കിലോ ഹെഡ്സ്. അത് ഒരു ട്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റും അതിൽ നിന്നൊരു സിഗ്നൽ വരുന്നുണ്ടെന്ന്. പക്ഷേ അതിന് മുകളിലുള്ള ഒരു സിഗ്നലും എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതായത് എൻ്റെ ചെവിയുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വെച്ചാൽ 27 ഹെഡ്സ് മുതൽ 14 കിലോ ഹെഡ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ഓരോ മനുഷ്യർക്കും ഇത് ഡിഫറൻ്റ് ആയിരിക്കും. വളരെ ചെറുപ്പ കുട്ടികൾക്കൊക്കെ ഭയങ്കര ലോ ഫ്രീക്വൻസിയൊക്കെ കേൾക്കാൻ പറ്റും. അപ്പം നിങ്ങളൊരു ബോക്സ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്പീക്കർ സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പം ഇതും കൂടെ മനസ്സിൽ വെച്ചേക്കണം. ഓരോരുത്തരുടെയും ഫ്രീക്വൻസി റെസ്പോൺസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.